ജ്യോതിർമയി ചെയ്തതിൽ ലളിതം ഹിരൺമയം എന്ന് പറഞ്ഞ കേരള കഫയ്ക്കകത്ത് ഷാജി കൈലാസ് ചെയ്തിട്ടുള്ള ഒരു പടമുണ്ട്. ചെറിയ പടമാണ്. എനിക്ക് അന്ന് ഷാജി കൈലാസ് ചെയ്യുമ്പോൾ അത്ഭുതമായിരുന്നു. കാരണം കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യ കാലഘട്ടത്തിൽ ഷാജി കൈലാസ് തമാശയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് തലസ്ഥാനമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങ് വരുമ്പോൾ പിന്നെ ആ സിനിമകളുടെ ഒരു ശ്രേണി എന്ന് പറയുന്നത് കിങ്, കമ്മീഷണർ അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫാണ്. അതിനിടയ്ക്കാണ് ഒരു ലളിതം ഹിരൺമയം വരുന്നത്. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ 2 സ്ത്രീ കഥാപാത്രങ്ങളാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ സിനിമ, ആ ക്യാരക്ടേഴ്സ് ഇതൊക്കെ എപ്പോഴെങ്കിലും റീവിസിറ്റ് ചെയ്തിട്ടുണ്ടോ? റീവിസിറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ താങ്കൾ പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ആ സിനിമ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് ഈ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, ഏതാ ജ്യോതി വേണ്ടത് സെലക്ട് ചെയ്തോളൂ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനിക്കെന്തോ ഈ ക്യാരക്ടറിനോട് ഒരു ഇത് തോന്നി, ഒരു കൂടുതലടുപ്പം തോന്നി. അങ്ങനെയാണ് അതെ. ഓർമ്മയുണ്ടോ അതിന്റെ ഫ്രെയിംസ് ഒക്കെ? ഓർമ്മയുണ്ടോ അതിന്റെ കളർ ടോണൊക്കെ? ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കുറേ വർഷം മുന്നേ അല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അത് അങ്ങനെ ഞാൻ ഓർത്തില്ല കേട്ടോ. താങ്കൾ പറഞ്ഞപ്പോഴാണ് അത് ഓർത്തത്. ഈ ഭാവം, അന്യർ പോലെയുള്ള സിനിമകൾ ചെയ്യുക, ലെജൻസിന്റെ സിനിമകളുടെ ഭാഗമാവുക, അപ്പൊ കമേഴ്സ്യലൈസ് ചെയ്യുന്ന സിനിമകളും ചെയ്തുകൊണ്ടിരിക്കുക. തുടർച്ചയായിട്ട് കുറേ സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ജ്യോതിർമയി അത്രയും ഹൈപ്പിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പാട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. വിദ്യാസാഗർ സാറിന്റെ പാട്ടുകൾ തന്നെ എവർഗ്രീൻ പാട്ടുകളിലേക്ക് പെടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഗ്രാഫ്, ആ കാലമൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ തിരക്കുള്ള കാലവും കൂടെയാണ്. അത്തരം തിരക്കുകളിലേക്ക് ചിലപ്പോൾ ഇനി വീണ്ടും പോയേക്കാം, അതറിയില്ല. അത്തരം തിരക്കുകളുള്ളൊരു കാലം എങ്ങനെയാണ് ആസ്വദിച്ചിരുന്നതെന്ന് പറയും. അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒരു സിനിമ സെറ്റിൽ നിന്ന് മറ്റേ സെറ്റിലേക്ക് അങ്ങനെയൊന്നും പോയിട്ടില്ല. ഒരു സിനിമ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ടൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ സിനിമകൾ. ഒരു പക്ഷേ സിനിമകൾ റിലീസാവുന്നത് ചിലപ്പോൾ എപ്പോഴെങ്കിലും അടുപ്പിച്ചൊക്കെ ആയിരിക്കാം എന്നല്ലാതെ ഞാനങ്ങനെ ബാക്ക് ടു ബാക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു ബിസി ആക്ട്രസ് ഒന്നും ആയിരുന്നില്ല. പൊതുവെ ഞാൻ കുറച്ച് ക്വയറ്റായിട്ട് എൻ്റെതായ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയും കൂടിയായത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അത് അങ്ങനെ ചെയ്യാൻ പറ്റാഞ്ഞതിലും എനിക്ക് ഖേദമില്ല. ഞാൻ എങ്ങനെയായിരുന്നോ അതിലൊക്കെ ഞാൻ ചെയ്ത പ്രോജക്ട്സിലൊക്കെ ഹാപ്പിയാണ്. എനിക്ക് വന്നതിൽ എല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജസ്റ്റിസ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിയില്ല ഇനി അങ്ങനെ ആകുമോ അതും അറിയില്ല എനിക്ക്. ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല. ഇപ്പൊ പറഞ്ഞ പോലെ അങ്ങനെ ബാക്ക് ടു ബാക്ക് ചെയ്യാവുന്ന ഒരു സാഹചര്യവും അല്ല. എനിക്കൊരു കുഞ്ഞു മോനുണ്ട്, അവനെ നോക്കലും ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. അപ്പോൾ അതെല്ലാമായിട്ട് എങ്ങനെയായിരിക്കും ഇനി ഭാവി എന്നുള്ളതിനെ പറ്റി നോക്കുന്നു. പക്ഷെ ഇപ്പൊ കിട്ടിയ ഒരു ഹൈപ്പില്ലേ, ആ ഹൈപ്പ് ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ ബ്രേക്ക് എടുക്കാമെന്നൊക്കെ ആലങ്കാരികമായി നമ്മൾ പറയുമ്പോഴും നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത പൊളിയായിരിക്കും എന്നുള്ളത് വളരെ സന്തോഷം. അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില ക്യാരക്ടേഴ്സിനെ നമ്മുടെ ഉള്ളിലേക്ക് പതിഞ്ഞതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഞാൻ ജ്യോതിർമയ എന്ന് പറയുന്ന ഒരു പേഴ്സണോടല്ല ഇതുള്ളത്. ആ കാണിച്ചു എന്ന അമൽനീരത് കാണിച്ചൊരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഇങ്ങനെ വാവിട്ട് സംസാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ. ഓ സന്തോഷം, വളരെ സന്തോഷം. അതിന്റെ തുടർച്ച കണ്ടെത്തണ്ടേ എന്നാണ് ചോദ്യം. അതാണ് ഈ പറയുന്ന പോലെ ഈ ക്യാരക്ടർ ഇത്രയും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു എന്നുള്ളത് ആ ഹോൾ ഒരു വലിയൊരു ഞാനെന്നൊരു ആർട്ടിസ്റ്റിൻ്റെ മാത്രം കഴിവായിട്ട് ഞാൻ കാണുന്നില്ല. ആ ഹോൾ ടീമിൻ്റെയും ആ എല്ലാം ഒത്തു വന്നു. ആ സ്റ്റോറിയുടെയും എല്ലാം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇതുപോലെ വരുമ്പോൾ നമുക്ക് അറിയില്ല ഇനി എങ്ങനെയായിരിക്കാം. ചിലപ്പോൾ ഞാൻ ഇനി അടുത്ത് ചിലപ്പോൾ ഒരു ചെയ്യുന്ന സിനിമ ചിലപ്പോൾ അത് എങ്ങനെ രീതിയിൽ അത് അക്സെപ്റ്റഡ് ആകാം, അതൊന്നും നമുക്കറിയില്ലല്ലോ. ഇതൊക്കെ ഞാൻ ഇത്രയും സ്നേഹം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു അമൽനീരത് സിനിമയ്ക്ക് ഡെഫിനറ്റ്ലി ഒരു ഓഡിയൻസ് ഉണ്ട്. അവരുടെ ഒരു അക്സെപ്റ്റൻസ് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അത്രയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയും ആളുകളുടെ ഇടയിൽ സ്വീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത് ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നു. ഒരു പക്ഷേ എൻ്റെ മദറിൻ്റെയും എൻ്റെ ഫാദറിൻലോൻ്റെയും ഒക്കെ ഒരു വലിയ ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. കാരണം ഞാൻ സിനിമയിലേക്ക് ഞാൻ ചെയ്യണമെന്ന് എൻ്റെ അമ്മ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അമൽ എന്നെ ഉന്തിത്തള്ളി ഈ സിനിമ ചെയ്യിപ്പിച്ചത്. പിന്നെ ഞാൻ ഈ ഷൂട്ടിങ്ങിന് പോകുന്ന ആദ്യ ദിവസങ്ങളിൽ ഞങ്ങൾ 2 ദിവസം ഷൂട്ട് ഇവിടെ എറണാകുളത്തുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് എന്നെ ഹഗ് ചെയ്തിട്ട്, മോളെ ഭയങ്കര അടിച്ചു പൊളിച്ച് എല്ലാ അനുഗ്രഹവും ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. അതൊക്കെ എനിക്ക് ഇപ്പോഴും ഫ്രഷ് മെമ്മറിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഭയങ്കരമായിട്ട് ആ ബ്ലെസ്സിങ്സ് ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സ്പോയിലർ ആവാതെ ഞാൻ പറയാം,
വീണയുടെ ഏരിയൽ വ്യൂവിൽ ഒരു ഷോട്ട് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അസാധ്യം കേട്ടോ. ഞാൻ ആ ഷോട്ട് കാണുന്ന സമയത്ത് പെട്ടെന്ന് സിനിമ മറക്കാറില്ല, പക്ഷെ ആ ഷോട്ട് കാണുന്ന സമയത്ത് ഞാൻ ഇത് ഏരിയൽ വ്യൂവിലുള്ള ഷോട്ട്, ഇത് അസാധ്യ ഷോട്ടാണല്ലോ, ഇത് ഇവിടെ വെക്കാൻ തോന്നിയത് ഭാഗ്യമാണെന്നൊക്കെ തോന്നിയില്ലേ. കറക്റ്റ് എക്സ്പ്രഷനും കിട്ടുന്നുണ്ട്. എന്താണോ ആ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതിൻ്റെ എക്സ്പ്രഷൻ മുഖത്ത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള സമ്മർദ്ദവും നമുക്ക് കിട്ടുന്ന ഒരു സംഗതിയാണ് കേട്ടോ. ഇതിങ്ങനെ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് പറയാം. പക്ഷേ ക്ലൈമാക്സിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം, പൊതുവിൽ റിവ്യൂസിൻ്റെ ഭാഗത്തും ക്ലൈമാക്സിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഒരു അമൽ നീരദ് സിനിമ ഞങ്ങളുടെ സിനിമയാണ്, അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങൾ എങ്ങനെയാണ്? അത് ഓരോരുത്തരുടെ ഈ പറഞ്ഞ പോലെ ഒരു സെറ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. കണ്ട് ശീലിച്ച ഇങ്ങനെ ആവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ആവണം. അത് ഒരു ഫിലിം മേക്കർക്ക് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ബ്രേക്ക് ചെയ്യാൻ. അത് അങ്ങനെയായിട്ടാണ് ഞാൻ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എപ്പോഴും നമ്മൾ പ്രഡിക്റ്റബിൾ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ ഒരു ചില ആളുകൾക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ പോലെ നമ്മളുടെ ചിന്താഗതി മാറും, നമ്മളുടെ പെർസെപ്ഷൻ അബൌട്ട് സർട്ടൺ തിങ്സ് മാറും. അതെല്ലാം ചിലപ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ ഈ സാധനം വെൽ അക്സെപ്റ്റഡ് ആവുകയും ചെയ്യാം ചില ആളുകളിൽ. എനിക്ക് പരിചയമുള്ള ധാരാളം പേരിൽ നിന്നും അതുപോലെ പരിചയമില്ലാത്ത ആളുകളുടെ അടുത്തു നിന്നൊക്കെ കിട്ടിയ റിയാക്ഷനിൽ അവരെല്ലാവരും വളരെയധികം അത് എൻജോയ് ചെയ്തിട്ടാണ്. അതിനകത്തൊരു ക്രിട്ടിക്കായിട്ടോ ഒന്നുമല്ല, ഒരു ഓഡിയനായിട്ട് സംസാരിച്ച ആളുകൾ, അവർക്ക് അതിനകത്തൊരു സംശയവുമില്ല. നമ്മൾ നേരത്തെ സംസാരിച്ചതിനെ തുടർച്ചയായിട്ട് സിനിമയിലൊരു സെൻറ്റൻസ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവനൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന ഡയലോഗുണ്ട്. ആ ഡയലോഗ് സത്യത്തിൽ ഫോക്കസ് ചെയ്യുന്നത് ആശയത്തെ അല്ല, അത് ഒരു തരത്തിലൊരു ഇവിടെ കാണുന്നതിനെ മറിച്ചിടുക, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് നമ്മൾ ചെയ്യുക. ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്നത് ഭയങ്കര ഹീറോസായിട്ട് കരുതുന്ന സ്ഥലത്ത് നമ്മൾ പോയി സിഗരറ്റ് വലിക്കുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് കരുതുന്നത് പോലെ ഒരു സെൻറ്റൻസ് ആയിപ്പോയി എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അത്തരം വലിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അത് ആര് പറയുന്നു അവിടെ? ഇന്ന ആർട്ടിസ്റ്റ് അല്ല പറയുന്നത്, ആ ക്യാരക്ടറാണ് പറയുന്നത്. ആ ക്യാരക്ടർ ആരെക്കുറിച്ച് പറയുന്നു? അതിനകത്ത് അങ്ങനെ കാണണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറയുന്ന പോലെ ആ വ്യക്തിയല്ല പറയുന്നത്, ആ ക്യാരക്ടറാണ് പറയുന്നത് അബൌട്ട് സം അതർ ക്യാരക്ടർ. സോ ലെറ്റ് സീ ഇറ്റ് ആസ് ആ ഒരു സിനിമയിലുള്ള അത്രയും. അതാ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ സെയിം ഇതാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൈൻഡ് സെറ്റ് ഒരു ഇതിനകത്ത് ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആവാൻ പാടില്ല, അല്ലെങ്കിൽ ഇതിനെ എന്തോ ഒരു മോശം കാര്യമായിട്ട് വ്യാഖ്യാനിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് ആര് പറയുന്നു, ആരെ പറ്റി പറയുന്നു. ഈ പൈൻമരങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു, അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ അമൽ നീരദിന് ആ സ്ഥലം? അതെ, വളരെ ഇഷ്ടമാണ്. അതെന്താ അമൽ എപ്പോഴും അഭിപ്രായം പറയുമോ അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു ഷോട്ട് വെക്കണമെന്നൊക്കെ അഭിപ്രായം പറയുമോ, അല്ലെങ്കിൽ ആ മൊത്തത്തിൽ ആ ഏരിയ ആണോ ഇഷ്ടം? ആ മൊത്തത്തിൽ ആ ഏരിയ ഇഷ്ടമാണ്. ഇന്ന സോങ്ങിലും ആ ഷോട്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഇഷ്ടമാണ് പൊതുവെ. ഇഷ്ടപ്പെട്ടു.